ഹലോ എവരിവൺ, വെൽക്കം ടു കരിയർ മേക്കർ. നമുക്കിന്ന് വരുന്ന SBI PO അതുപോലെ SBI ക്ലർക്കിൻ്റെ മെയിൻസിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ലെവലിലുള്ള ഡാറ്റ സഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനകത്തോട്ട് കൊടുക്കാം. ഈ ഡാറ്റ സഫിഷ്യൻസിക്കകത്ത് എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ രണ്ടോ അതിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ആ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഏതൊക്കെ സഫിഷ്യൻ്റ് ആണ് അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും പെട്ടെന്ന് വായിച്ച് നോക്കുക. ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. ഫോളോയിങ് ക്വസ്റ്റ്യൻ അക്കമ്പനിഡ് ബൈ 2 സ്റ്റേറ്റ്മെൻറ്റ് 1 and 2, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണമെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. 2 taps P and Q when opened together can fill a tank in 12 hours. 2 ടാപ്പ് ഉണ്ട് P യും Q ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 12 hours എടുക്കും. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ പൈപ്പ് P alone to fill the tank? അങ്ങനെയാണെങ്കിൽ പൈപ്പ് P മാത്രം തന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. 2 ടാപ്പുണ്ട് P യും Q ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 12 hours കൊണ്ട് ടാങ്ക് ഫില്ലാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P മാത്രം തന്നാൽ എത്ര സമയം കൊണ്ട് ഫില്ലാവുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് നോക്കി. ഓൺലി 1 അതിൻ്റെ അർത്ഥം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി ആൻസർ കണ്ടുപിടിക്കാൻ എന്നാണ്. ഓൺലി 2 അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി ആൻസർ കണ്ടുപിടിക്കാൻ എന്നാണ്. മൂന്നാമത്തത് എയ്തർ 1 or 2. എയ്തർ 1 or 2 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആദ്യത്തെ മാത്രം എടുത്താലും സോൾവ് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ മാത്രം എടുത്താലും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. ഈ ഓപ്ഷൻ്റെ അർത്ഥം. ഇതിനകത്തോ ബോത്ത് 1 and 2 അതിനർത്ഥം 2 സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള കാര്യങ്ങൾ കമ്പൈൻ ചെയ്താൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ലാസ്റ്റത്തത് നെയ്തർ 1 or 2. ആദ്യത്തെ മാത്രം എടുത്താലും പറ്റില്ല, രണ്ടാമത്തെ മാത്രം എടുത്താലും പറ്റില്ല, ഇവരെ കമ്പൈൻ ചെയ്താലും സഫിഷ്യൻ്റ് അല്ല. അതാണ് ഈ ഓപ്ഷൻ്റെ അർത്ഥം. അപ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചാൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ച് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ആൻസറിനകത്ത് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ആദ്യത്തെ മാത്രം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ മാത്രം വെച്ചും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? എയ്തർ 1 or 2. ക്ലിയർ ആണല്ലോ. ഇനി ആദ്യത്തെ വെച്ചപ്പോൾ സോൾവ് ആയി, രണ്ടാമത്തെ വെച്ചത് സോൾവ് ആയില്ല, അപ്പോൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? ഓൺലി 1. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ച് ഈ സംഭവം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Q alone takes 10 hours more than P to fill the tank. അതായത് Q എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് P എടുക്കുന്ന ടൈമിനേക്കാളും 10 hours കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? P എടുക്കുന്ന ടൈമിനേക്കാളും 10 കൂടുതൽ ആരെടുക്കും? Q എടുക്കും. ഇത് മാത്രം വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നമ്മുടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. 2 പൈപ്പുള്ള ടൈം കയ്യിലുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ബൈ അവരുടെ സം ചെയ്താൽ കമ്പൈൻ ചെയ്യുമ്പോൾ ടൈം കിട്ടും. ഓർക്കുന്നുണ്ടോ? ആ ഷോർട്ട് കട്ടിനകത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചാൽ ആൻസർ കിട്ടും, കൺഫേം ആണ്. ക്ലിയർ ആണോ? നമ്മൾ സോൾവ് ചെയ്ത് നോക്കുന്നു വേണ്ട, സംഭവം പോസിബിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്തേ. റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ P ടു ദാറ്റ് ഓഫ് ടൈം ടേക്കൺ ബൈ Q ടു ഫിൽ ദ ടാങ്ക് ഈസ് 2:3. അതായത് ഈ 2 പൈപ്പിൻ്റെ ടൈമിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 2:3. ടൈം റേഷ്യോ കയ്യിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് എഫിഷ്യൻസി റേഷ്യോ കിട്ടും. എഫിഷ്യൻസി റേഷ്യോയുടെ ആ യൂണിറ്റുകൾ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വർക്ക് കിട്ടും. വർക്കല്ല, അവിടുത്തെ ടാങ്കിൻ്റെ വോളിയം കിട്ടും. അത് വെച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ടൈമിൻ്റെ റേഷ്യോ ടോട്ടൽ കമ്പയർ ചെയ്യുമ്പോൾ ടൈം കയ്യിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് എഫിഷ്യൻസി റേഷ്യോ ഒക്കെ എടുത്തിട്ട് ഈ സാധനം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഞാനിപ്പോൾ സോൾവ് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാമിന് പോയിട്ട് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത്രയും ടൈം വേസ്റ്റ് ആവത്തില്ലേ? നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ട, എന്തുമാത്രം കണ്ടുപിടിച്ചാൽ മതി? ഈ സംഭവം സോൾവ് ചെയ്യാൻ ഈ കിട്ടിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലെ ഡീറ്റെയിൽസ് സഫിഷ്യൻ്റ് ആണോ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ മതി. ക്ലിയർ ആണോ? അപ്പോൾ നോക്കി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചും നമുക്ക് ഈ സാധനം സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം? സോൾവ് ചെയ്ത് നോക്കുക. പക്ഷേ ടൈം വേസ്റ്റ് ആവാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി. ആദ്യത്തെ മാത്രം എടുത്താലും ആൻസർ കിട്ടും, രണ്ടാമത്തെ മാത്രം എടുത്താലും ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഏതായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്ന ഓപ്ഷൻ? എയ്തർ 1 or 2. ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി, ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രോസസ്സ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനകത്തോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ നോക്കി. എ ബാഗ് കണ്ടെയ്ൻസ്
x plus y balls of 3 colors of blue, pink and red such that ratio of number of pink and red is 3:2. അപ്പോൾ 3 ബോൾസ് ഉണ്ട്, ബ്ലൂ, പിങ്ക്, റെഡ്. ക്വസ്റ്റ്യനിൽ നമുക്ക് പിങ്ക് ടു റെഡ് റേഷ്യോ വന്നിട്ടുണ്ട്, പിങ്ക് ടു റെഡ് റേഷ്യോ വന്നിട്ടുണ്ട് 3:2. ഇനി പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലൂ ബോൾ ഈസ് 2/5. ഒരു ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2 out of 5 ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോൾസ് ഇൻ ദ ബാഗ്. മൊത്തം എത്ര ബോൾസ് അതിനകത്തുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒന്ന് എടുത്ത് നോക്കാം. ആദ്യ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ പിങ്ക് ബോൾ ഇസ് 9/25. അപ്പോൾ പിങ്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി, ഓക്കെ, പിങ്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി 9/25 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 25 പാർട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ബോൾസിൽ നിന്നും ഒരു ബോൾ സെലക്ട് ചെയ്യുന്നത്, മൊത്തം എത്ര ബോൾ ഉണ്ടെന്ന് നോക്കും, അത് താഴെ എഴുതും. പിങ്കിൻ്റെ പ്രോബിലിറ്റി അല്ലേ എന്നിരിക്കുന്നത്, പിങ്കിൻ്റെ നമ്പർ മേളിൽ എഴുതും. അങ്ങനെയല്ലേ പിങ്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ 9/25 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം ടോട്ടൽ 25 പാർട്ട് ബോൾസ് അവിടെ ഉണ്ടെങ്കിൽ അതിനകത്ത് 9 പാർട്ട് ബോൾസ് എന്തായിരിക്കും? പിങ്ക് ആയിരിക്കും അല്ലേ. ഇതും ക്വസ്റ്റ്യൻ തന്ന ഡീറ്റെയിൽസും വെച്ച് നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കി, ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റി 2 out of 5 ആണ്, പിങ്ക് കിട്ടാൻ പ്രോബിലിറ്റി 9 out of 25 ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 10 out of 25 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നോക്കി, ടോട്ടൽ 25 പാർട്ട് ഉണ്ടെങ്കിൽ അടുത്ത 9 പാർട്ട് പിങ്ക് ആണ്, 10 പാർട്ട് ബ്ലൂ ആണ്. അപ്പോൾ 9, 10 പിങ്കും ബ്ലൂ. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ 19 ആയില്ലേ. മൊത്തം 25 അല്ലേ ടോട്ടൽ ഉള്ളത്. 19 6 കൂട്ടുമ്പോഴല്ലേ 25. അപ്പോൾ നമുക്ക് ബ്ലൂവിൻ്റെയും പിങ്കിൻ്റെയും റെഡിൻ്റെയൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? റേഷ്യോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ടോട്ടൽ ബോളുകളുടെ എണ്ണമാണ്. ടോട്ടൽ ബോളുകളുടെ എണ്ണത്തിലോട്ട് പോകാനായിട്ട് നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അതിനകത്തില്ലല്ലോ. ടോട്ടൽ ബോൾസിനാണ് x+5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എക്സിനെ പറ്റി നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. ക്ലിയർ ആണോ? ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് നോക്കാം. ദ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ഇൻ ദ ബാഗ് ഇസ് 8 more than നമ്പർ ഓഫ് റെഡ് ബോൾസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടാം സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത് റെഡ് ബോൾസിനേക്കാളും 8 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത് റെഡ് ബോൾസിനേക്കാളും 8 കൂടുതൽ. നമ്മുടെ ഇതിൽ റേഷ്യോ ഉള്ളത് പിങ്കിൻ്റെ റെഡിൻ്റെ അല്ലേ. ബ്ലൂവിൻ്റെ റെഡിൻ്റെ റേഷ്യോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് വെച്ച് കുറച്ച് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ഡെഡ് എൻഡിലല്ലേ വന്ന് നിൽക്കുന്നത്. ക്ലിയർ ആണോ? സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം യൂസ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടത്തില്ല. ഓക്കെ ആണോ? ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കമ്പൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഡീറ്റെയിൽസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ ബോൾസിൻ്റെയൊക്കെ റേഷ്യോ കണ്ടുപിടിച്ചായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പിങ്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി 9 out of 25 ആണ്. അപ്പോൾ നമ്മളിതിനെ മോഡിഫൈ ചെയ്ത് 10 out of 25 എന്ന് വിളിച്ചു. അതായത് ടോട്ടൽ 25 ബോൾസ് ഉണ്ടെങ്കിൽ പിങ്ക്, ബ്ലൂ, റെഡ്, ടോട്ടൽ 25 അല്ലേ. പിങ്ക് 9, ബ്ലൂ എന്ന് പറയുന്നത് 10, 19 ഇനി 6 കൂടെ കൂട്ടുമ്പോഴല്ലേ 25 വരുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ. ഇത് നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ബ്ലൂ ബോൾസ് റെഡ് ബോൾസിനേക്കാൾ 8 കൂടുതലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ബ്ലൂ ബോൾസ് റെഡ് ബോൾസിനേക്കാളും 8 കൂടുതലാണ്. ഇത് റേഷ്യോ ആണ്. അപ്പോൾ 2 പാർട്ടെന്ന് പറഞ്ഞാൽ വ്യത്യാസം അത് 8 ആണ്. അത് വെച്ച് നമുക്ക് എല്ലാവരും നമ്പർ കണ്ടുപിടിക്കാൻ പാടില്ലേ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ ഡീറ്റെയിൽസ് കമ്പൈൻ ചെയ്യണം, എന്നാലും നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. സോ ആൻസർ എന്താണ്? ബോത്ത് 1 and 2. രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ ഡീറ്റെയിൽസ് എടുത്താലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാവേ. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഡാറ്റ സഫിഷ്യൻസി ചെയ്യണമെങ്കിൽ എല്ലാ ചാപ്റ്ററിലെ നോളജ് ഉണ്ടായിരിക്കണം, എന്നാലേ ഡാറ്റ സഫിഷ്യൻസി എന്ന് പറയുന്ന പോർഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കും. 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 2 അല്ല 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നോക്കി. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് പ്രസൻറ്റ് ഏജസ് ഓഫ് രോഹിത് ആൻഡ് മോഹൻ? രോഹിത്തിൻ്റെയും മോഹൻ്റെയും പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. രോഹിത്ത്, മോഹൻ. ക്വസ്റ്റ്യനിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല അല്ലേ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. 6 years ago റേഷ്യോസ് ദെയർ ഏജസ് വേർ ഇൻ ദ റേഷ്യോ 7:9. 6 വർഷം മുമ്പത്തെ അവരുടെ ഏജിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 7:9.
അത് മാത്രം വെച്ച് പ്രസൻറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? ഇത്ര വർഷം ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എത്ര യൂണിറ്റ് റേഷ്യോയിൽ ആഡ് ആവുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് സഫിഷ്യൻ്റ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ആഫ്റ്റർ 2 years രോഹിത്സ് ഏജ് വിൽ ബി 25/31 ദാറ്റ് ഓഫ് ദ ഓൾഡർ. 2 വർഷം കഴിയുമ്പോൾ രോഹിത്തിൻ്റെ ഏജ് വിൽ ബി 25/31 ദാറ്റ് ഓഫ് ദ ഓൾഡർ. 2 വർഷം കഴിയുമ്പോൾ രോഹിത്തിൻ്റെ ഏജ് മുതിർന്ന ആളുടെ 25/31 പാർട്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ആരാ ഓൾഡർ എന്ന് നമുക്കറിയാമോ? ഇല്ല. രോഹിത്താണോ മോഹനാണോ ഓൾഡർ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? 2 വർഷം കഴിയുമ്പോൾ രോഹിത്തിൻ്റെ ഏജ് വിൽ ബി 25/31 ദാറ്റ് ഓഫ് ദ ഓൾഡർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രോഹിത്താണ് ഓൾഡർ എന്ന് വിചാരിക്കുക. ഓക്കെ, രോഹിത്താണ് ഓൾഡർ എങ്കിൽ 2 വർഷം കഴിഞ്ഞുള്ള അയാളുടെ ഏജ് എന്ന് പറയുന്നത് രോഹിത്തിൻ്റെ തന്നെ 25/31 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. കാരണം രോഹിത്തിൻ്റെ ഏജ് വിൽ ബി 25/31 ദാറ്റ് ഓഫ് ദ ഓൾഡർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾഡറിൻ്റെ 25/31 ആണ് രോഹിത്തിൻ്റെ ഏജ്. 25/31 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓൾഡറിൻ്റെ ഏജ് കുറയുമല്ലേ ഉള്ളൂ. ക്ലിയർ ആണോ? അതിനർത്ഥം രോഹിത്തിൻ്റെ ഏജ് ഓൾഡർ അല്ല, രോഹിത്ത് യങ്ങർ ആയിട്ടുള്ള ആളാണ് അല്ലേ? അപ്പോൾ നോക്കി, ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മാത്രം വെച്ച് നമുക്ക് രോഹിത്തിൻ്റെ മോഹൻ്റെ പ്രസൻറ്റ് ഏജസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം 2 വർഷം കഴിയുമ്പോൾ ഉള്ള ഇവരുടെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ ആണോ? അത് മാത്രം വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ക്വസ്റ്റൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയോ എന്നാണ് യൂസ് ചെയ്യുന്നത്. സം ഓഫ് ദ ഏജസ് 12 years ലെസ് ദാൻ ട്വൈസ് ദ ഏജ് ഓഫ് ദ ഓൾഡർ. സം ഓഫ് ദർ ഏജസ്, ഇവരുടെ സം എന്ന് പറയുന്നത് 12 ലെസ് ദാൻ ട്വൈസ് ഏജ് ഓഫ് ദ ഓൾഡർ. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഓൾഡർ നമുക്ക് ആരാന്ന് അറിയത്തില്ല, രോഹിത്താണോ മോഹനാണോ എന്നുള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല. രോഹിത്ത് ആണെങ്കിൽ 2R - 12 എന്ന് എഴുതും. മോഹനാണെങ്കിലോ 2M - 12 എന്ന് എഴുതും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം വെച്ചും നമുക്ക് ഇവരുടെ പെർസെൻറ്റേജസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഓക്കെ ആണോ? ഇനി നിങ്ങൾ ഓപ്ഷൻസ് വെറുതെ നോക്കി. ആക്ച്വലി ഓപ്ഷൻസ് കിടക്കുന്ന ഏതെങ്കിലും ഒരു ആൻസർ വരത്തുള്ളൂ. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ? ഓൺലി 2 and 3. 2 and 3 മാത്രം കമ്പൈൻ ചെയ്ത ആൻസർ കിട്ടും. എനി 2 ഓഫ് ദം എന്ന് എഴുതിയേക്കുന്നുണ്ടോ? അതായത് ഏതെങ്കിലും 2 എടുത്താൽ ആൻസർ കിട്ടുന്ന അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൺലി 1 and 2, ഓൾ ഓഫ് ദം, 1 and either 1 or 2. ഇതെന്തായാലും വരത്തില്ല. കാരണം ആദ്യത്തെ മാത്രം എടുത്താൽ ആൻസർ കിട്ടത്തില്ല എന്നുള്ളത് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി 2 ഓഫ് ദം എടുത്താൽ ആൻസർ കിട്ടുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും 2 എടുത്താൽ ആൻസർ കിട്ടുമോ നോക്കാം. അങ്ങനെ കിട്ടുമെങ്കിൽ ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. കിട്ടത്തില്ലെങ്കിൽ കിട്ടില്ലാത്ത പേര് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഓപ്ഷൻസ് കിടപ്പുണ്ടല്ലോ. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഓൾ ഓഫ് ദമ്മും പോസിബിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ്. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് ആദ്യത്തെ രണ്ടാമത്തെ മാത്രം പെട്ടെന്നൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. 6 വർഷം മുമ്പത്തെ അവരുടെ റേഷ്യോ ഉണ്ട് 7:9. 2 വർഷം കഴിയുമ്പോൾ അവരുടെ റേഷ്യോ ഉണ്ട് 25/31 അല്ലേ? രോഹിത്തിൻ്റെ ഏജ് വിൽ ബി 25/31 ദാറ്റ് ഓഫ് ദ ഓൾഡർ. അപ്പോൾ രോഹിത്തിൻ്റെ ഏജ് 25 പാർട്ടും മറ്റേ ഏജ് 31 പാർട്ടും ആണ്. അപ്പോൾ 6 വർഷം മുമ്പത്തെ ഏജ് റേഷ്യോ ഉണ്ട്, 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് റേഷ്യോ ഉണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്ത് അവരുടെ ഏജസ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ 1 and 2 എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. യെസ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ റേഷ്യോയ്ക്കകത്തെ ഏജസ് എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് നല്ലപോലെ അറിയായിരിക്കണം. എന്നാലേ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇനി നമുക്ക് ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രം ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ആദ്യത്തേതിൽ 6 വർഷം മുമ്പത്തെ അവരുടെ ഏജസ് കിട്ടും അല്ലേ? ഇതിനകത്ത് സം ഓഫ് ദർ ഏജസ് ഇസ് 12 ലെസ് ദാൻ ട്വൈസ് ദ ഏജ് ഓഫ് ദ ഓൾഡർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് R+M എന്ന് പറയുന്നത് 12 ലെസ് ദാൻ ട്വൈസ് ദ ഏജ് ഓഫ് ദ ഓൾഡർ. അപ്പോൾ ആരാ ഓൾഡർ നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ആദ്യത്തെയും മൂന്നാമത്തെയും തമ്മിൽ കമ്പൈൻ അല്ലേ ചെയ്യുന്നത്. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ഏത് ഓർഡറിൽ ഇവരെ പേര് പറഞ്ഞിരിക്കുന്നത്? രോഹിത്ത്, മോഹൻ. ആരാ ഓൾഡർ? മോഹനാണ് ഓൾഡർ. ഓക്കെ അല്ലേ? അപ്പോൾ 6 വർഷം മുമ്പത്തെ അവരുടെ റേഷ്യോ ഉണ്ട് 7:9. അപ്പോൾ പ്രസൻറ്റ് ഏജിനെ R-M എന്ന് വിളിച്ച് കഴിഞ്ഞാൽ R - 6 ഡിവൈഡഡ് ബൈ M - 6 ആണ് ഈ കിടക്കുന്ന 7:9. അവിടെ നമുക്ക് 6 ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടും.
അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും സം ഓഫ് ദ റേജസ് ആർ പ്ലസ് എം ഇസ് ഈക്വൽ ടു 12 ലെസ് ദാൻ ട്വൈസ് ഏജ് ഓഫ് ദ ഓൾഡർ. ഓൾഡർ ആരാ? എം അല്ലേ? അപ്പോൾ 2m മൈനസ് 12, അതായത് ഓൾഡർ ആയിട്ടുള്ള ആളുടെ ഏജിൻ്റെ ട്വൈസിനേക്കാളും 12 കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ നമുക്ക് 2 ലീനിയർ ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? അവർ ഏജസ് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ 1 and 3 ഓക്കെയാണ്, 1 and 2 ഓക്കെയാണ്, 1 and 3 ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ വരാനാണ് സാധ്യത? എനി 2 ഓഫ് ദം. കാരണം 1 and 2 എന്നും 1 and 3 എന്നും ഇവിടെ എവിടെയെങ്കിലും ഓപ്ഷനെ കിടപ്പുണ്ടോ? ഇല്ല. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ 2 and 3 എടുത്താലും നമുക്ക് ആൻസർ കിട്ടണ്ടേ? നോക്കി, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ രോഹിത്തിൻ്റെ ഏജ് വിൽ ബി 25/31 ദാറ്റ് ഓഫ് ദ ഓൾഡർ. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് 6 ഉള്ള ലീനിയർ ഇക്വേഷൻ കിട്ടും. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഈ 2 പേരുള്ള ലീനിയർ ഇക്വേഷൻ കിട്ടും. 2 ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പാടില്ലേ? സോ ആൻസർ എന്തായിരിക്കും? എനി 2 ഓഫ് ദം. അപ്പോൾ ഇതുപോലെ ഓപ്ഷൻസ് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് നോക്കി നമുക്ക് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? സോ ഓരോ ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഡാറ്റ സഫിഷ്യൻസി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യത കൂടും. ഓക്കെ, സോ എല്ലാ സബ്ജക്റ്റും നല്ലപോലെ ചെയ്ത് പഠിക്കുക. അതിനുശേഷം മാത്രം ഡാറ്റ സഫിഷ്യൻസി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇൻവെസ്റ്റ് ചെയ്തു 5,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. ഇഫ് ദ ടോട്ടൽ ആനുവൽ പ്രോഫിറ്റ് ഇസ് 6,000, വാട്ട് ഈസ് എ ഷെയർ ഇൻ ദ സെയിം? അപ്പോൾ മൊത്തം പ്രോഫിറ്റ് 6,000 രൂപയാണെങ്കിൽ എയുടെ ഷെയർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവരെല്ലാം 12 മാസം ബിസിനസ് ചെയ്യുന്നിട്ടുണ്ട്, പക്ഷേ ഇയാൾ മാത്രം 6 മാസമേ ബിസിനസ് ചെയ്യുന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇവർക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന റേഷ്യോ. എക്സ് ഇൻറ്റു 12, 1.5 എക്സ് ഇൻറ്റു 12, 5,000 ഇൻറ്റു 6. ഓക്കെ, ഇനി നമുക്ക് എയുടെ ഷെയർ കിട്ടണമെങ്കിൽ ഈ റേഷ്യോ എത്രയാണെന്ന് മനസ്സിലാവണം. റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട് 6,000, അത് മറന്നു പോരുത്. സീസ് ഷെയർ ഓഫ് ദ ആനുവൽ പ്രോഫിറ്റ് ഈസ് 2,000. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുക്കുക. ടോട്ടൽ പ്രോഫിറ്റിനകത്ത് സിയുടെ ഷെയർ എത്ര? 2,000 ആണ്. സിയുടെ ഷെയർ 2,000. അപ്പോൾ നോക്കി, മൊത്തം 6,000 അല്ലേ പ്രോഫിറ്റ്. അതിൻ്റെ അകത്ത് 2,000 ആണ് സിയുടെ ഷെയർ എങ്കിൽ എത്രയാണ് ഫ്രാക്ഷൻ? 1 ഔട്ട് ഓഫ് 3. 1 ഔട്ട് ഓഫ് 3 പോർഷൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്? സി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ 1 പോർഷൻ ഇയാൾക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ ബാക്കിയുള്ള 2 പോർഷൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്? എക്കും ബിക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണോ? ആ 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നോക്കി, 6,000-ൽ 2,000 സിയുടെ ഷെയർ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 4,000 ഇവരുടെ ഷെയർ ആയിരിക്കത്തില്ലേ. ക്ലിയർ ആണോ? ഈ 4,000 എന്ന് പറയുന്ന ഷെയർ ഈ റേഷ്യോയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും ഷെയർ സെപ്പറേറ്റ് കിട്ടത്തില്ലേ. ക്ലിയർ ആണോ? ഇവരുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എക്സും എക്സും വെട്ടിപ്പോവും, പിന്നെ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ എയുടെ ബിയുടെ റേഷ്യോ കിട്ടും. ആ റേഷ്യോയിൽ ഇവരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റേഷ്യോയിൽ ഈ പറഞ്ഞ 4,000 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ ബിയുടെ ഷെയർ കിട്ടുമല്ലോ. അതിൻ്റെ അർത്ഥം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുക്കുക. എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2,000. എക്സിൻ്റെ വാല്യൂ 2,000 തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി 2,000 എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. 2,000 മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ. അതെന്താണെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇൻ കേസ് 2,000 അവിടെ 2,000 റുപ്പീസ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. എക്സിൻ്റെ അവിടെ 2,000 റുപ്പീസ് എന്നാണ് എഴുതിയേക്കുന്നതെങ്കിൽ എക്സിൻ്റെ അവിടെ 2,000 രൂപ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എല്ലാവരും റേഷ്യോ കിട്ടുമല്ലോ. റേഷ്യോ ഇട്ട് കഴിഞ്ഞാൽ ഷെയർ കണ്ടുപിടിക്കാൻ പാടില്ല. ക്ലിയർ ആണോ? പക്ഷേ ഇത് 2,000 റുപ്പീസ് അല്ല, വെറുതെ 2,000 എന്ന് എഴുതിയേക്കുന്നെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ ഉപകാരമില്ല. ഓക്കെ ആണോ? അപ്പോൾ എക്സിൻ്റെ അവിടെ 2,000 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? അങ്ങനെയാണെങ്കിൽ ആൻസർ വരുന്നത് എയ്തർ 1 or 2. ഒന്നിൽ ആദ്യത്തെ എടുക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ എടുക്കുക. ഇനി എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന വാല്യൂ വെറുതെ 2,000 ആണ്, അവിടെ യൂണിറ്റ് ഒന്നുമില്ല. ഇത് റുപ്പീസ് ആണെങ്കിൽ ആൻസർ എന്ത് വരും? എയ്തർ 1 or 2. ഇത് റുപ്പീസ് അല്ല, വെറും 2,000 ആണെങ്കിൽ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 എലോൺ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്താൽ മതി, ആൻസർ കിട്ടും. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ എന്താ എഴുതിയേക്കുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇവിടെ RS 200 2,000 ഒക്കെ ക്വസ്റ്റനിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിന് പകരം RS എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? എയ്തർ 1 or 2 ആൻസർ മാർക്ക് ചെയ്യായിരുന്നു. പക്ഷെ അത് തരാത്തതുകൊണ്ട് എന്താണ് ആൻസർ വരിക? ഓൺലി 1. അതായിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കും. ഓക്കെ, എ സ്കൂൾ കൺസിസ്റ്റ് ഓഫ് 60% ബോയ്സ് ആൻഡ് 40% ഗേൾസ്. ഒരു സ്കൂളിൽ 60% ബോയ്സ് ഉണ്ട്, 40% ഗേൾസ് ഉണ്ട്. ഇഫ് 60% ഓഫ് ദ ടോട്ടൽ ബോയ്സ് ആർ ആക്റ്റീവ് ഇൻ സ്പോർട്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് ആക്റ്റീവ് ഇൻ സ്പോർട്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ് ആക്റ്റീവ് ഇൻ സ്പോർട്സ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യം നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യണം. ഒരു സ്കൂളിൽ, അപ്പോൾ സ്കൂളിൽ ടോട്ടൽ പിള്ളേർ എണ്ണം ഞാൻ 100 എന്ന് എടുക്കുകയാണ്. ബോയ്സ്, ഗേൾസ്, ഇത് 100 പാർട്ടാണേ, 100 അല്ല 100 പാർട്ട്. അപ്പോൾ ബോയ്സ് എത്രയായിരിക്കും? 60, ഗേൾസ് എത്രയായിരിക്കും? 40. ഇതിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ടിക്കറ്റ് ഇരിക്കുന്നത് ആക്റ്റീവ്, വെട്ടിട്ടിരിക്കുന്നത് ഇനാക്റ്റീവ്. 60% ഓഫ് ടോട്ടൽ ബോയ്സ് ആർ ആക്റ്റീവ്. ഇതിൻ്റെ 60% ആക്റ്റീവ് ആണ്, അതായത് 36 പേര് ആക്റ്റീവ് ആണ്. അപ്പോൾ ബാക്കി 24 പേരെന്താണ്? ഇനാക്റ്റീവ് ആണ്. 24 പേരിലാണ് 24 പാർട്സ്. ഇനി പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഗേൾസ് ആക്റ്റീവ് ഇൻ സ്പോർട്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ് ഇനാക്റ്റീവ് ഇൻ സ്പോർട്സ്. ഗേൾസിൽ ആക്റ്റീവായ ആൾക്കാരുടെ എണ്ണം ബോയ്സിൽ ഇനാക്റ്റീവായ ആൾക്കാരുടെ എണ്ണത്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് 24 ആണെങ്കിൽ ഇത് 24. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 16. അപ്പോൾ ഇതാണ് ബോയ്സിൻ്റെ ഗേൾസിൻ്റെ റേഷ്യോ. അതിൽ തന്നെ ആക്റ്റീവ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ റേഷ്യോ ആണ് ഈ താഴെ കിടക്കുന്നത്.
നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണോ ഫൈൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, പിള്ളേരെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തേ, ദ നമ്പർ ഓഫ് ഗേൾസ് ആക്റ്റീവ് ഇൻ സ്പോർട്സ് ഈക്വൽ 240. ആക്റ്റീവായ ഗേൾസിൻ്റെ എണ്ണം 240 ആണ്. അതിൻ്റെ അർത്ഥം 24 പാർട്ട് 240 ആണ്. അത് വെച്ച് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പാടില്ലേ. അപ്പോൾ ആദ്യത്തെ മാത്രം സഫിഷ്യൻ്റ് ആണ്. രണ്ടാമത്തെ എടുത്തേ, നമ്പർ ഓഫ് ബോയ്സ് ആക്റ്റീവ് ഇൻ സ്പോർട്സ് 360.
അപ്പോൾ എച്ചിൻ്റെ കൂടെ ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡാറ്റ സഫിഷ്യൻസി ചെയ്യാനുള്ള കീ ഇതാണ്. ഒന്ന്, എല്ലാ ടോപ്പിക്കിനകത്തും നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. വെറുതെ ജസ്റ്റ് ഒരു സർഫസ് ലെവൽ പഠിച്ച് പോയാൽ പോരാ, നല്ല കൺസെപ്റ്റിലായിട്ട് ഫുൾ ഡീപ്പായിട്ട് പഠിക്കണം. എന്നാൽ നമുക്ക് സഫിഷ്യൻസിയിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ, യൂസ് ചെയ്യാൻ പറ്റത്തില്ലയോ, അല്ലെങ്കിൽ എന്തൊക്കെ എടുത്താൽ ആൻസർ കിട്ടും, എന്തൊക്കെ എടുത്താൽ ആൻസർ കിട്ടത്തില്ല എന്നൊക്കെ ക്ലിയർ ആവും. അപ്പോൾ എല്ലാ ടോപ്പിക്സും ഒരു റൗണ്ട് നല്ലപോലെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡാറ്റ സഫിഷ്യൻസി എടുത്ത് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുള്ളൊരു പോർഷനാണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.